നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ, ശരിയല്ലേ? ഇന്റർനെറ്റിലൂടെയല്ലേ ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്. നമുക്കൊക്കെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗം നല്ല രീതിയിൽ അൺലിമിറ്റഡ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ ഇപ്പോൾ ഒരു 4 പേരുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നത് എന്താ, 4 പേരും മൊബൈൽ ഡാറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 പേർക്ക് ഒരു മാസം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നതിന് തന്നെ പ്രതിമാസം ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് 4 പേർക്ക് 800 രൂപയെങ്കിലും. അവിടെയുമുള്ള പ്രശ്നം ഒരു ഡെയിലി യൂസേജ് ഓരോരുത്തർക്കും 1.5 GB ഒക്കെ ആണ്, ഇല്ലേ, ലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മളൊരു വൈഫൈ കണക്ഷനിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും, ഈ പറഞ്ഞ 4, 5, 6 പേരുണ്ടെങ്കിൽ പോലും അവർക്കെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ഒരു മാസം എത്ര വേണമെങ്കിലും വൈഫൈ വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ വൈഫൈ സർവീസാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. എയർടെൽ വൈഫൈ എന്ന് പറയുന്ന സംവിധാനം. ഇത് നിങ്ങൾ ആൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ പല മെട്രോപൊളിറ്റൻ ഏരിയകളിലും ആൾറെഡി ഇപ്പോൾ എയർടെൽ വൈഫൈ സംവിധാനം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 2300-ലധികം പട്ടണങ്ങളിൽ ഇപ്പോൾ തന്നെ എയർടെൽ വൈഫൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും 499 രൂപയ്ക്ക് മുതൽ നമുക്ക് വൈഫൈ കണക്ഷൻ വീട്ടിലെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 499 രൂപയ്ക്ക് 40 Mbps സ്പീഡിലാണ് നമുക്ക് ഈ ഒരു എയർടെൽ വൈഫൈ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഈ 499 രൂപയുടെ ഒരു ബേസിക് പ്ലാൻ ആണ്. അതായത് നീ പറഞ്ഞാൽ 40 Mbps സ്പീഡേ ഉള്ളൂ. അതും പോരെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്. അതിന്റെ പ്രത്യേകത 799 രൂപയാണ് ഇതിന്റെ റേറ്റ്. അതുപോലെ 699-ന് എന്റർടൈൻമെന്റ് പ്ലാൻ ഉണ്ട്, 1098-ന് പ്രൊഫഷണൽ പ്ലാൻ ഉണ്ട്, 1498-ന് ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക് പ്ലാൻ ഒഴികെ മറ്റ് പല പ്ലാനുകളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് OTT ആപ്ലിക്കേഷനുകൾ വരെ നമുക്ക് ഈ പ്ലാനുകളിൽ ലഭിക്കും എന്നുള്ളതാണ്. OTT ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇന്റർനെറ്റ് വഴി നമ്മുടെ ടിവിയിൽ ആമസോൺ പ്രൈം, അതുപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാർ തുടങ്ങിയവയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അതുപോലെ മറ്റ് TV ചാനലുകളും ഒക്കെ ഫ്രീ ആയിട്ട് ഇത്തരം പല ഈ ഒരു എയർടെൽ വൈഫൈയുടെ പ്ലാനുകൾ നമുക്ക് ലഭിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വൈഫൈക്ക് വേണ്ടി ചെലവാക്കുന്ന സെപ്പറേറ്റ് തുക, അതുപോലെ ചാനലുകൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് തുക ചെലവാക്കുന്നു, അതുപോലെ OTT ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് തുക ചെലവാക്കുന്നു സാധാരണ ചിലർ. അപ്പോൾ ആമസോൺ പ്രൈം, അതുപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, ഇതിനൊക്കെ കൊടുക്കുന്ന പൈസ മാത്രം മതി, നമുക്കിത് മൂന്നും കൂടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു എയർടെൽ വൈഫൈയുടെ പ്രത്യേകത. ഓർക്കുക, പ്ലാൻ അതനുസരിച്ചിട്ടുള്ള സെലക്ട് ചെയ്യണം. ഈ 499 രൂപയുടെ ബേസിക് പ്ലാനിൽ ഈ പറഞ്ഞ OTT ഒന്നുമില്ല. മറ്റ് ഹയർ പ്ലാനുകളിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന OTT ആപ്ലിക്കേഷനുകളും TV ചാനലുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുപോലെ ഹയർ പ്ലാനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ റൗട്ടറും ഇൻസ്റ്റാളേഷനും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അവർ ചെയ്ത് തരികയും ചെയ്യുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതൊന്നും കൂടാതെ നമുക്ക് ഇത്തരം പ്ലാനുകൾ എടുക്കുമ്പോൾ ഇവർ ലാൻഡ് ഫോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എയർടെലിൻ്റെതായിട്ട്. ഇതിലൂടെ നമുക്ക് ലോക്കൽ കോളുകളും അതുപോലെ STD കോളുകളും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിയുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാനുകളെ പറ്റി നിങ്ങളെ ഇത്തരത്തിലൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നത്. എയർടെൽ എക്സ്ട്രീം പ്രീമിയം, അതുപോലെ അപ്പോളോ 24/7 തുടങ്ങിയ ആപ്ലിക്കേഷന്റെ സബ്സ്ക്രിപ്ഷൻ പോലും ഇത്തരത്തിൽ എയർടെൽ വൈഫൈ നമ്മൾ എടുക്കുന്നതോടുകൂടി ലഭിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വീട്ടിൽ വൈഫൈ ഉപയോഗിക്കുന്നവർക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുനില വീടാണെന്ന് കരുതുക. താഴത്തെ നിലയിലായിരിക്കും നമ്മൾ റൗട്ടർ കൊണ്ടുവയ്ക്കുന്നത്. താഴത്തെ നിലയിൽ ഒരുവിധം നെറ്റൊക്കെ കിട്ടും. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ വൈഫൈയുടെ റേഞ്ച് കൃത്യമായിട്ട് കിട്ടാതെ വരും. അതിപ്പോൾ എയർടെൽ വൈഫൈ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ റൗട്ടർ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് മുകളിലത്തെ നിലയിലേക്ക് ഇന്റർനെറ്റ് കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതിനും എയർടെൽ നമുക്കൊരു സൊല്യൂഷൻ നൽകുന്നുണ്ട്. എയർടെൽ വൈഫൈ കവറേജ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് ഇതിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയുടെ സിഗ്നലിൽ വീക്ക് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഒരു എക്സ്റ്റൻഡർ വഴി കൃത്യമായ സ്ട്രോങ് വൈഫൈ സിഗ്നലുകൾ എത്തിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിനൊരു എക്സ്റ്റൻഡർ എന്ന എക്സ്ട്രാ ഡിവൈസ് കൂടി എയർടെൽ നൽകും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതിമാസം 99 രൂപ നൽകുകയും 1000 രൂപയുടെ ഒരു റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പോസിറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ എയർടെൽ വൈഫൈ കവറേജ് പ്ലസ് എന്ന ഓപ്ഷൻ വഴി നമ്മുടെ വീടിന്റെ മുകളിലത്തെ നിലയിലും ഒക്കെ ഇത്തരത്തിൽ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ നമുക്ക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ വരാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് വൈഫൈ ഉപയോഗിക്കാൻ സാധിക്കില്ല നോർമലി. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഇൻവെർട്ടർ സംവിധാനമൊക്കെ വെക്കണം. ഒരു ഇൻവെർട്ടർ ഒക്കെ വെക്കുന്നതിന് മിനിമം 10-20,000 രൂപയിൽ പുറത്താവും. അതിനും എയർടെലിന്റെ വൈഫൈ എടുത്താൽ അതിനും ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയുടെ റൗട്ടർ UPS കൂടി ഇവർ നൽകുന്നുണ്ട്. അതായത് ഈ റൗട്ടറിലേക്ക് ഒരു പവർ ബാങ്ക് കണക്കുള്ള ഒരു സംവിധാനമാണ്. അത് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും ആ ഒരു പവർ ബാങ്ക് കണക്കെ ആക്ട് ചെയ്യുന്ന, പവർ ബാങ്ക് എന്ന് തന്നെ പറയാൻ പറ്റില്ല, വൈഫൈ UPS
എന്നാണ് ഇതിന് പറയുന്നത്. ആ ഒരു ഡിവൈസിൽ നിന്ന് പവർ നൽകും കറണ്ട് ഇല്ലെങ്കിൽ പോലും. ഏകദേശം 4 മണിക്കൂർ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും ആ 4 മണിക്കൂറും നമുക്ക് മറ്റ് ലൈറ്റുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിലും നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ചാർജ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഈ 4 മണിക്കൂർ വരെ അതേ വൈഫൈയിൽ നിന്ന് നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ ഈ ഒരു സംവിധാനം സഹായിക്കും. ഇതിന് വേണ്ടിയിട്ട് 1499 രൂപയാണ് എയർടെൽ നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ എയർടെലിന്റെ വൈഫൈ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാമെന്ന് ചോദിച്ചാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി നമുക്ക് വൈഫൈ കണക്ഷൻ എടുക്കുന്നതിനുള്ള റിക്വസ്റ്റ് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടും നമുക്ക് ഇവരുടെ എയർടെൽ വൈഫൈ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നൽകാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം അതുപോലെ കൊച്ചി തുടങ്ങിയ മെട്രോപൊളിറ്റൻ ഏരിയകളിൽ ആൾറെഡി എയർടെൽ വൈഫൈ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലേക്കും എയർടെൽ ഇത്തരത്തിൽ തങ്ങളുടെ എയർടെൽ വൈഫൈ സംവിധാനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏകദേശം 2300-ലധികം പട്ടണങ്ങളിൽ എയർടെൽ വൈഫൈ ഇപ്പോൾ തന്നെ ആൾറെഡി ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇനി ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും പേടിക്കേണ്ട, ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഉടൻ വരും. അപ്പോൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഒരു ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഈ പറയുന്ന എയർടെൽ വൈഫൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് എയർടെൽ വൈഫൈ കണക്ഷൻ എടുക്കാനുള്ള ലിങ്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചേക്കാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.